ശ്രീ ജി ആർ അനിൽ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ജി ആർ അനിൽ, കാരണം ജനങ്ങൾ വല്ലാതെ നരകിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇതൊരു ക്യാമ്പയിൻ എന്ന പോലെ പലകുറി നമ്മൾ ഇത് ജനപക്ഷത്തിലേക്കും സർക്കാരിൻ്റെ മുന്നിലേക്കൊക്കെ ഈ സപ്ലൈകോ വിഷയം എത്തിച്ചതാണ്. ഇപ്പോൾ ഷട്ടർ ഇടേണ്ട അവസ്ഥയിലാണ് സാർ. എങ്ങനെയാണ് ഒരു ഇടപെടൽ നടത്താൻ സാധ്യമായത്? എന്തെങ്കിലും ഉണ്ടോ അങ്ങയുടെ മുന്നിൽ? എന്തെങ്കിലും ഒരു ഫോർമുലയുണ്ടോ അങ്ങയുടെ മുന്നിൽ? അതെ, പൊതുമേഖലാ സ്ഥാപനം എന്ന നിലയിൽ അത് കുറച്ച് സാമ്പത്തിക പ്രയാസങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട്. അതിൻ്റെതായിട്ടുള്ള കുറവുകൾ പൊതുവിലുണ്ടായി എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്, അല്ലാതെ അതൊന്നൊരു യാഥാർത്ഥ്യം അല്ലാത്തതല്ല. അത് പരിഹരിക്കാനും അതിനനുസരിച്ചുള്ള നടപടികൾ നീക്കുകയാണ് ഗവൺമെന്റും സപ്ലൈകോയും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന്, സപ്ലൈകോയുടെ ഈ പ്രയാസങ്ങളെല്ലാം ഉണ്ടെങ്കിലും ഔട്ട്ലെറ്റുകൾ അടയ്ക്കുകയോ അല്ലെങ്കിൽ ജീവനക്കാരെ പിരിച്ചുവിടുകയോ അത്തരത്തിലുള്ള നടപടികളൊന്നും സ്വീകരിച്ചില്ല. അതൊക്കെ തെറ്റായ വാർത്തയാണ്. അല്ല, നമ്മൾ പറഞ്ഞത് അതല്ല. മിനിസ്റ്റർ ഒരു കാര്യം വെച്ചാൽ ഈ പോകുന്ന ആളുകൾക്കൊന്നും അവിടെ ഈ പറയുന്ന സബ്സിഡി സാധനങ്ങളൊന്നും കിട്ടാതെ പോവുകയാണ്. അപ്പോൾ അവര് സ്വാഭാവികമായിട്ട് അവർ ഞങ്ങൾക്ക് ഇതുകൊണ്ട് ഈ സ്ഥാപനം കൊണ്ട് എന്താണ് ഗുണമെന്ന് അവർ ചോദിച്ചാൽ തെറ്റ് പറയാൻ കഴിയുമോ? അത് ചില സമയത്ത് ഇത്തരം പ്രശ്നങ്ങൾ നമ്മള് പൊതുമേഖലാ സ്ഥാപനങ്ങൾ അനുഭവിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് അത് പരിഹരിക്കുകയാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ അത് ക്ലോസ് ചെയ്യലല്ല ഗവൺമെന്റ് നയം. ഗവൺമെന്റ് മെച്ചപ്പെട്ട നിലയിലേക്ക് അത് പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. തീർച്ചയായും മിനിസ്റ്റർ, ഈ 1525 മറ്റോ കോടിയാണെന്ന് തോന്നില്ല. അതിന് കണക്ക് തെറ്റാണെങ്കിൽ അങ്ങേക്ക് തിരുത്താം. അപ്പോൾ ഈ കിട്ടാനുള്ളത് ധനവകുപ്പിൽ നിന്ന്, അപ്പോൾ നമുക്ക് ഈ കരാറുകാർക്കൊക്കെ വിതരണക്കാർക്ക് വിതരണക്കാർക്ക് 750 കോടി രൂപ കിട്ടാനുണ്ട്. അതുപോലെ കരാറുകാർക്ക്, അപ്പോൾ അവരൊക്കെ പിൻവാങ്ങുന്ന സ്ഥിതിയാണ്. അവരൊക്കെ സംസാരിക്കുമ്പോൾ അവർക്കൊക്കെ വല്ലാത്തൊരു ഗതികേട്, അല്ലെങ്കിൽ അവർക്ക് മുഖം തിരിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഈ സംവിധാനത്തോടുള്ള വിശ്വാസം അവർക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ അവിടെയൊക്കെ നമ്മളൊരു കണക്ടിവിറ്റി കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ഈ സംവിധാനം മുന്നോട്ട് പോകൂ. നമുക്ക് മുന്നിൽ ഒരു ബി പ്ലാൻ, നേരത്തെ ധനമന്ത്രി പറഞ്ഞതുപോലെ ബി പ്ലാൻ എന്നത് അങ്ങേക്ക് ഇപ്പൊ തേടേണ്ടി വരുന്ന അവസ്ഥയാണ്. അല്ല, നമ്മൾ കാണേണ്ടുന്നത് ഇത്തരം ഘട്ടങ്ങളിലെ സാധാരണ മറ്റ് ഗവൺമെന്റുകൾ എടുക്കുന്ന സമീപനം എന്താ? എന്നാൽ അങ്ങനെ അല്ലല്ലോ. കേരളത്തിലെ ഗവൺമെന്റ് ജനങ്ങൾക്ക് ആശ്വാസം പകരാൻ സപ്ലൈകോയെ ശക്തിപ്പെടുത്തുക എന്ന നിലപാട് തന്നെയാണ് സ്വീകരിക്കാൻ പോകുന്നത്. അല്ലാതെ സപ്ലൈകോയെ തകർക്കാനോ സപ്ലൈകോയെ പ്രവർത്തനം ചുരുക്കാനോ അല്ല ഗവൺമെന്റ് കാണുന്നത്. അതിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തിക്കൊണ്ട് അതിൽ ജനങ്ങൾക്ക് ഏറ്റവും സഹായകരമാകുന്ന തരത്തിൽ മാർക്കറ്റിലെ വില വർധനയിൽ നിന്ന് ആശ്വാസം പകരാൻ കഴിയുന്ന ഒരു നടപടിയാണ് സ്വീകരിക്കാൻ. മിനിസ്റ്റർ, ഒരു കാര്യം, ലക്ഷോപലക്ഷം വരുന്ന ആളുകൾ ഒരുപക്ഷെ ഇത് ആശ്രയമായിട്ട് അവരുടെ മുന്നിലുള്ള ഒരു സംവിധാനമാണ്. പലരും അങ്ങേ ഇപ്പോൾ കേട്ടുകൊണ്ട് ഇരിക്കുകയായിരിക്കും. അവരോട് പറയാനുള്ളതാണ് എന്താണ്? ഒരു ഡെഡ് ലൈൻ ആ പാവപ്പെട്ട ജനതയ്ക്ക് കൊടുക്കാൻ കഴിയുമോ എന്ന് ചെന്നാൽ ഈ സബ്സിഡി ഇനത്തിലുള്ള സാധനങ്ങൾ അവർക്ക് ഉറപ്പായും എല്ലാം കിട്ടുന്ന ഒരു കാലം വരുമോ മിനിസ്റ്റർ? അതിനുള്ള പരിശ്രമമാണല്ലോ നടക്കുന്നത്. ആ പരിശ്രമത്തിൽ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാൻ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഗവൺമെന്റാണ്. സപ്ലൈകോ ജനങ്ങൾക്ക് കൂടെ കാലതാമസമില്ലാതെ പരിഹരിക്കാനാണ് ഗവൺമെന്റ് ആലോചിക്കുന്നത്. ഈ ബജറ്റിലെ 10 കോടി എന്ന് പറഞ്ഞാൽ ഔട്ട്ലെറ്റുകളുടെ നവീകരണത്തിന് മാത്രമാണ്. അപ്പോൾ അത് പര്യാപ്തമാണോ മിനിസ്റ്റർ? അത് പര്യാപ്തമാണോ മിനിസ്റ്റർ? സപ്ലൈകോ ഔട്ട്ലെറ്റുകളുടെ നവീകരണമാണ്. അത് കഴിഞ്ഞ 4 വർഷമായി ഗവൺമെന്റ് ഘട്ടം ഘട്ടമായിട്ട് സപ്ലൈകോയുടെ ചെറിയ ഔട്ട്ലെറ്റുകൾ നവീകരിക്കാനും കൂടുതൽ മെച്ചപ്പെടുത്താനും വേണ്ടി ബഡ്ജറ്റ് വിഹിതമായി 10 കോടി വയ്ക്കാറുണ്ട്. ഇത്തവണയും വെച്ചിട്ടുള്ളതാണ്. അല്ലാതെ അതിനെ കളിയാക്കുന്ന രീതിയിലേക്ക് വാർത്ത കൊടുത്ത് പ്രചരിപ്പിക്കുക അല്ല. അങ്ങയുടെ ബുദ്ധിമുട്ടും ഞാനിന്ന് ബൈറ്റിൽ കേട്ടപ്പോൾ അങ്ങ് പറഞ്ഞൊരു കാര്യം എൻ്റെ മനസ്സിൽ ഓർമ്മ വരികയാണ്. കാരണം ഈ സർക്കാരിൽ ജനങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട്. അത് നിറവേറ്റുന്നതിൽ തക്കതായ കുറച്ചുകൂടി ഇടപെടൽ വേണമെന്ന്. അപ്പോൾ അതിന് അനിവാര്യമായ ഒരു സംഖ്യ അല്ലല്ലോ ഇത്. അല്ലല്ല, ആ തുകയല്ല. മാർക്കറ്റ് ഇന്റർവെൻഷൻ എന്ന് പറഞ്ഞൊരു കോളമുണ്ട്. അത് നിങ്ങൾ അതുണ്ട്. അല്ല, അത് 205 കോടി വിപണി ഇടപെടൽ 205 കോടിയുണ്ട്. അതെ, കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ തുകയാണ് അതിനകത്ത് വെച്ചിട്ടുള്ളത്. പക്ഷെ അത് ഈ സംവിധാനങ്ങൾ പര്യാപ്തമാകുന്നില്ല. ഇത് രണ്ടും ഇത് ഇങ്ങനെയാണെങ്കിൽ പോലും ബഡ്ജറ്റിന് പുറത്ത് മാർക്കറ്റ് ഇന്റർവെൻഷന് വേണ്ടി ഗവൺമെന്റ് കഴിഞ്ഞ കാലങ്ങളിലും കൂടുതൽ തുക ചെലവഴിച്ചിട്ടുണ്ട്. കോവിഡ് കാലത്ത് 6000 കോടി രൂപയുടെ ഉൽപ്പന്നങ്ങൾ സൗജന്യമായി കൊടുത്തു. അത് ബഡ്ജറ്റ് വിഹിതം വെച്ചുകൊണ്ടല്ല. അത് കിറ്റിന്റെ കാര്യത്തിൽ അതിൽ ഉൾക്കൊള്ളിച്ചു. അത് അതിൽ ഓൾട്ടർനേറ്റ് ചെയ്തു. പക്ഷേ ഞാൻ ചോദിക്കുന്നതല്ലേ, നമ്മൾ കഴിഞ്ഞ തവണത്തെക്കാട്ടിലും കുറച്ചുകൂടെ കൂട്ടിയെങ്കിലും ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് പര്യാപ്തമല്ല സാർ. മിനിസ്റ്റർ, ഞാൻ പറഞ്ഞത്, ഞാൻ ഇടപെടുകയല്ല.